പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 3-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നേ ദിനം നമുക്കേവർക്കും സന്തോഷവും നന്മയും അനുഗ്രഹവും ഉയരത്തിൽ നിന്ന് ധാരാളമായി വർഷിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. ദ ബുക്ക് ഓഫ് എസ്ര ചാപ്റ്റർ 4 വേഴ്സ് 4 നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. ഇതാ, കോരേശിൽ കൂടെ ദൈവം ഇടപെട്ട് ബാബേൽ പ്രവേശത്തിൽ നിന്നും ഘട്ടം ഘട്ടമായി ദൈവജനം യെരുശലേമിലേക്ക് മടങ്ങുന്നു. അങ്ങനെ മടങ്ങി വന്നവർ യെരുശലേം ദൈവാലയം പണിയുവാനും ചുറ്റുമതിൽ ക്രമീകരിക്കുവാനും എന്ന് വേണ്ട ദൈവം അതാത് സമയത്തിൽ കൊടുത്ത ആലോചന അനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയാണ്. അങ്ങനെ അവർ മടങ്ങി വന്ന് അവരുടെ ആലയം പണിത് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു എന്ന് അവിടെ അവകാശം വെച്ചിരുന്ന ജാതികളായ ദേശവാസികൾ ഉള്ളിൽ ഭയം, അസൂയ, അവരുടെ ഉള്ളിൽ ശത്രു ശക്തമായി ഇടപെട്ട് ഇവയെല്ലാം ഉജ്ജീവിപ്പിച്ചു. അവർ വളരെ നയരൂപേണ സെരുബാബേലിന്റെ അടുത്തും യോശുവയുടെ അടുത്തും ഒരു പുതിയ പദ്ധതി, ഐഡിയ അവതരിപ്പിച്ചു. ഞങ്ങളും നിങ്ങളോട് കൂടുകയാണ്, ദൈവത്തെ ആരാധിക്കുവാൻ, ആലയപണിയിൽ കൂടുവാൻ. എന്നാൽ ഇസ്രായേൽ മൂപ്പന്മാരും സെരുബാബേലും യോശുവയും ഒക്കെ പറഞ്ഞു, വേണ്ട, ഞങ്ങളുടെ ദൈവാലയം ഞങ്ങൾ പണിയുന്നതിൽ നിങ്ങൾ പങ്കുകാരാകേണ്ട, അത് ദൈവിക പദ്ധതി അനുസരിച്ച് ഞങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളാം. അങ്ങനെ അവർ ഉദ്ദേശിച്ച പദ്ധതി നടപ്പാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അടുത്ത ഒരു പരിപാടി ആവിഷ്കരിച്ചതാണ്. ഇതാ, പ്രവാസികളായി വന്ന് ദൈവാലയ പണി ആരംഭിക്കുന്ന ഇസ്രായേൽ ജനത്തെ ഭയപ്പെടുത്തുക, അവരുടെ ധൈര്യം ക്ഷയിപ്പിക്കുക, പണിയാനുള്ള ആവേശം കെട്ടടക്കുക, അവരെ നിരുത്സാഹപ്പെടുത്തുക. 2024 ജൂലൈ മാസം 3-ാം തീയതി ബുധനാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രത്യേക യുവജന സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള പലരും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ നന്മ, നമ്മുടെ വളർച്ച, നമ്മുടെ ഉയർച്ച, പ്രത്യേകിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവർ ഓരോ സെമിസ്റ്റർ, ഓരോ ഇയർ പഠിച്ച് ഉയരുന്നത് കാണുമ്പോൾ ശത്രു പല വിധത്തിൽ അവരെ ക്ഷയിപ്പിക്കുവാൻ, അവർ മുൻപോട്ട് പോകുന്ന അവരുടെ പഠന രീതിയെ തന്നെ പിടിച്ചു കെട്ടുവാൻ പല പദ്ധതികൾ ഇടും. മാത്രമല്ല, ബിസിനസ്സിലെ വളർച്ച, ഉയർച്ച, കുടുംബ ജീവിതത്തിന്റെ സന്തോഷം, കുഞ്ഞുങ്ങളുടെ പല മേഖലകളിലുള്ള വളർച്ചകൾ, സാമ്പത്തിക ഭദ്രത, കുടുംബത്തിന്റെ ആത്മീക സന്തോഷം, ശുശ്രൂഷയിലുള്ള മുന്നേറ്റം എന്ന് വേണ്ട ഒരു വ്യക്തിയുടെ വ്യക്തിപരവും കുടുംബപരവും സഭാപരവും ആത്മീയപരവും സാമ്പത്തികപരവും സാമൂഹികപരവുമായ വളർച്ച, ഉയർച്ച, അനുഗ്രഹം എന്നിവ കാണുമ്പോൾ ഇതാ, പിശാച് അടങ്ങിയിരിക്കുകയില്ല. നമുക്ക് ചുറ്റും
ഈ ഇസ്രായേൽ ജനത്തിന്റെ മൂപ്പന്മാരുടെ അടുക്കൽ, യോശുവയുടെയും സെരുബാബേലിന്റെ അടുക്കൽ പുതിയ നയങ്ങളുമായി വന്നതുപോലെ പലരും വന്ന് അടുക്കും പ്രിയമുള്ളവരെ. പക്ഷെ പലരെയും നാം തിരിച്ചറിയാൻ വൈകിപ്പോകും. അവരാരും നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നവരല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയിൽ സ്തോത്രം ചെയ്യുന്നവരല്ല. അവർ പുറത്ത് വലിയ മധുര വാക്കുകളൊക്കെ പറയും, ആശ്ലേഷിക്കും, നമ്മളെ ഒരുപക്ഷെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നിരിക്കും. പക്ഷേ അതിലൊക്കെ വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ഉയർച്ചയും വളർച്ചയും നമ്മുടെ ആവേശത്തെയും ധൈര്യത്തെയും ക്ഷയിപ്പിക്കുന്ന പല പദ്ധതികളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി നമുക്ക് ചുറ്റും വന്നുകൂടുന്നവരെ ദൈവമക്കൾ തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന യുവജന സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ടീനേജിൽ കൂടെ കടന്നു പോകുന്ന എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, പലപ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളാണ്. നിങ്ങളുടെ അമ്മയപ്പന്മാരെ നിങ്ങൾക്ക് കണ്ടുകൂടാ, നിങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. മുതിർന്നവരെ, അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും നിങ്ങളെ ഉപദേശിക്കുന്ന, നേർവഴിക്കുന്ന, നയിക്കുന്ന മുതിർന്നവരെ ഒട്ടും ഇഷ്ടമല്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ പറയുന്നതാണ് നിങ്ങളുടെ വേദവാക്യം. നിങ്ങളുടെ സുഹൃത്തുക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് വലിയ മാനഹാനിയാണ്. നിങ്ങൾ ഭവനത്തിൽ നിന്ന് പിണങ്ങിപ്പോകും. ഇതൊക്കെയല്ലേ നടക്കുന്നത്? അവസാനം എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, 99.99% ചതിക്കപ്പെട്ടിട്ടില്ലേ? നിങ്ങളുടെ നന്മയിൽ സന്തോഷിക്കാതെ നിങ്ങളെ പല വിധത്തിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ലേ? നിങ്ങളെ ഒരു വിധത്തിലും കരകയറാത്ത വിധത്തിൽ ചതിക്കുഴിയിൽ പെടുത്തിയിട്ടില്ലേ? നിങ്ങളറിയാതെ അവർ അവരുടെ കാര്യം നോക്കി പടവുകൾ ചവിട്ടിക്കയറിപ്പോയി. ഇപ്പോഴും നിങ്ങൾ ആ നിൽക്കുന്നിടത്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ വിവാഹകാര്യം നോക്ക്, കരിയർ നോക്ക്, നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്ക്, നിങ്ങളുടെ ആരോഗ്യം നോക്ക്, നിങ്ങളുടെ മാനസികം നോക്ക്. അതിലേറെ നിങ്ങളുടെ ആത്മീകം അമ്പേ തകർന്നു പോയി. ബൈബിള് വായിക്കാതെ, പ്രാർത്ഥിക്കാതെ, ആരാധനയ്ക്ക് പോകാതെ, പേരൻസുമായി ബന്ധപ്പെടാതെ, ആത്മീയ കൂട്ടായ്മകളിൽ ശക്തിപ്പെടാതെ നിങ്ങൾ തകർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ആരെങ്കിലും, അത് ചെറുപ്രായത്തിലോ അല്ല യുവത്വത്തിലോ മുതിർന്നവരോ ആയി ഈ നിലകളിൽ ഏത് വിധത്തിലാണെങ്കിലും ധൈര്യം ക്ഷയിച്ച്, മനോനില തകർന്ന്, മാനസികമായി, ശാരീരികമായി, ആത്മീകമായി ക്ഷീണത്തിലും ഭാരത്തിലും വലഞ്ഞും തളർന്നുമിരിക്കുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, നിങ്ങൾക്കുള്ള സദ്വാർത്തയാണ് ഇന്ന് ഇത് നൽകുന്നത്. നിങ്ങൾ കർത്താവിനെ അമിതമായി സ്നേഹിക്കുക. നിങ്ങളുടെ നല്ല കൂട്ടുകാരൻ യേശുവാകട്ടെ. നിങ്ങളുടെ ഉറ്റ ചങ്ങാതി, ഉറ്റ സുഹൃത്ത് യേശുവാകട്ടെ. നല്ല ഇമ്മാനുവേലായി കർത്താവ് കൂടെയുണ്ട്. ആകയാൽ നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ, നിങ്ങളുടെ ധൈര്യം ക്ഷയിപ്പിക്കുവാൻ, നിങ്ങളുടെ വളർച്ച മുരടിച്ചു കളയുവാൻ, വഴിയിൽ വെച്ച് വെട്ടിക്കളയുവാൻ, നിങ്ങളെ ഛിന്നഭിന്നമാക്കുവാൻ, കുടുംബത്തിൽ അന്തഛിദ്രമുണ്ടാക്കുവാൻ, സഹോദര ബന്ധം ഛിന്നഭിന്നമാക്കുവാൻ, കുടുംബജീവിതം തകർത്ത് കളയുവാൻ, കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും തമ്മിൽ തെറ്റിക്കുവാൻ എന്നു വേണ്ട, നിങ്ങളുടെ ആത്മീയ ജീവിതം എന്നേക്കുമായി താറടിക്കുവാൻ ശത്രു പല തന്ത്രങ്ങളുമായി നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നു, നിങ്ങൾ ശത്രുവിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. അതുകൊണ്ട് ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ഇന്നിൽ ജീവിക്കുവാൻ എന്റെ ശ്രോതാക്കളായ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ആകയാൽ എന്തെല്ലാം വന്നാലും, ആരെല്ലാം ഏതെല്ലാം വിധങ്ങളിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയാലും, പ്രാർത്ഥനയോടെ
കർത്താവിനോട് ആലോചന ചെയ്തിച്ച് ഒട്ടും പിന്തിരിഞ്ഞു പോകാതെ പ്രാർത്ഥനാപൂർവം ധൈര്യത്തോടെ മുൻപോട്ട് വെച്ച കാൽ മുൻപോട്ട് തന്നെ വെക്കുക. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ സംരംഭങ്ങളെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ, വളർത്തട്ടെ, ഉയർത്തട്ടെ. അങ്ങനെ അനുഗ്രഹത്തോടെ ജീവിപ്പാൻ ഇന്നത്തെ ദിനം, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, പുത്തൻ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ വളർച്ചയും ഞങ്ങളുടെ ആത്മീയതയും ഞങ്ങളുടെ ഉയർച്ചയും ഞങ്ങളുടെ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ തലമുറകളുടെ നന്മയും കണ്ടുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുവാൻ, പിച്ച് ചീന്തുവാൻ, തകർത്ത് കളയുവാൻ, വളർച്ചയില്ലാതാക്കുവാൻ ശത്രു പുതിയ പുതിയ തന്ത്രങ്ങളും പദ്ധതികളുമായി ഞങ്ങൾക്ക് ചുറ്റും അടുത്തു വരുമ്പോൾ അവരെ തിരിച്ചറിയുവാൻ, ദൈവനാമത്തിൽ അകറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുവാൻ ഞങ്ങളെ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തി നിയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനം കേട്ട എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം, സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കുക. ഇന്നത്തെ സന്ദേശം ആവർത്തിച്ച് കേൾക്കുക. നമ്മളൊക്കെ ഇതുപോലുള്ള അനുഭവത്തിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും കടന്നു പോയിട്ടുണ്ട്. ഇനിയും അങ്ങനെ അബദ്ധം പറ്റരുത്. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഏതാത്മാവെന്ന് തിരിച്ചറിഞ്ഞ് ദൈവകൃപയോടെ മുൻപോട്ട് ചുവടുകൾ വെക്കുക. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിനം എല്ലാ നിലയിലും നിങ്ങളെ ഏവരെയും അനുഗ്രഹിച്ച് വഴി നിർത്തട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.